ചൂരന്മല മുണ്ടക്കൈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ പരസ്പരം പഴിചാരുമ്പോൾ ഈ സർക്കാരുകൾ പ്രധാനമായിട്ടും അതിനേറ്റവും അധികം ഉത്തരവാദപ്പെട്ട സംസ്ഥാന സർക്കാർ ഇതിനു വേണ്ടി എന്ത് ഇതുവരെ ചെയ്തു എന്ന് ചോദിച്ചാൽ ബാക്കി പത്രം വളരെ കുറവാണ്. പക്ഷേ അവിടുത്തെ ജനങ്ങൾ ഓരോ ദിവസവും ദുരിതത്തിലാണ്. ദുരിതം എന്ന് പറയുന്നതിനേക്കാളും നല്ലത് അവർ അവിടെ പല ആൾക്കാരും ഇപ്പോഴും പട്ടിണിയിലാണ് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ഭക്ഷ്യ കിറ്റ് ഇപ്പോൾ കിട്ടുന്നില്ല. ഞങ്ങൾക്ക് വീടേ തരുന്നില്ല, സ്ഥലവും തരുന്നില്ല, ഞങ്ങൾക്ക് പട്ടിണിയില്ലാതെ വിശപ്പില്ലാതെ കഴിയാൻ നിങ്ങൾ കിറ്റ് തന്നുകൊണ്ടിരുന്നു, ഭക്ഷ്യ കിറ്റ്, പക്ഷെ അതും നിർത്തി, ദയവായി അതെങ്കിലും ഒന്ന് തരൂ എന്നാണ് ഇപ്പോൾ അവിടുത്തെ ജനങ്ങൾ ചോദിക്കുന്നത്. ഭക്ഷ്യ കിറ്റ് സർക്കാർ നിർത്തിയത് തന്ത്രപരമായ ഒരു നീക്കത്തിൽ കൂടെയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ അതൊരു ദോഷേക ദീർഘായ ആളാണ് ഈ പറയുന്നതെന്ന് കൊണ്ട് എന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ദോഷേക ദീർഘെന്ന് പറയാം. പക്ഷേ അവിടെ റവന്യൂ വകുപ്പാണ് ഈ ഭക്ഷ്യ കിറ്റ് വിതരണം ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും അങ്ങനെ ബാധിത പ്രദേശത്തിന് വേണ്ടിയിട്ട് അവരുടെ പുനരധിവാസത്തിനും അവരുടെ കൈത്താങ്ങുമായിട്ട് ഭക്ഷ്യ കിറ്റ് കൊടുക്കുമ്പോൾ കൃത്യമായിട്ടും നമ്മുടെ റവന്യൂ വകുപ്പും സർക്കാരും നല്ല ഭക്ഷണങ്ങൾ അവിടെ എത്തിക്കാനുള്ള പ്രത്യേക ജാഗ്രത പുലർത്തേണ്ടത് തന്നെയാണ്. പക്ഷേ ചെയ്തില്ല. അവിടെ കൊടുത്ത ഭക്ഷ്യ കിറ്റുകൾ പലതും പുഴുവരിച്ചതായിരുന്നു. അത് ഇവരെ കയ്യിൽ കിട്ടിയപ്പോൾ അവർക്ക് കഞ്ഞി വെച്ച് കുടിക്കാൻ പറ്റാത്ത തരത്തിൽ പുഴുവുണ്ടായിരുന്നു. അവരത് വേണ്ടപ്പെട്ടവരോട് പറഞ്ഞു. അത് വലിയ വിഷമായി, വലിയ പ്രതിഷേധമായി. പ്രതിപക്ഷങ്ങൾ അത് ഏറ്റെടുക്കുകയും പ്രതിപക്ഷം അതിനെതിരെ സമരം നടത്തുകയും ചെയ്തു. ഭരണപക്ഷമായ DYFIയും അവിടെ ഈ ഭക്ഷ്യ കിറ്റിനെതിരെ സമരം ചെയ്തു. DYFI നടത്തിയ സമരം പറയുന്നത് അവിടുത്തെ ഗ്രാമപഞ്ചായത്ത് കൊടുത്തതാണ് ഭക്ഷ്യ കിറ്റ്. അപ്പോൾ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് കോൺഗ്രസ് ഭരിക്കുന്നതാണ്. അതുകൊണ്ട് കോൺഗ്രസ് ഭരിക്കുന്ന ഗ്രാമപഞ്ചായത്ത് മനഃപൂർവ്വം നിങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് പുഴുവരിച്ച അരി കിറ്റ് കൊടുത്തു എന്നാണ് പറയുന്നത്. പക്ഷേ പ്രതിപക്ഷം പറയുന്നതല്ല. ഗ്രാമപഞ്ചായത്തിന് ഇതിനകത്ത് ഗ്രാമപഞ്ചായത്ത് അതിർന്നും പറഞ്ഞ അതാണ്. ഗ്രാമപഞ്ചായത്തിന് ഇതിന് ഒരു പങ്കുവുമില്ല. അവർക്ക് ഇത് ചെയ്യാൻ അവരല്ല ഈ അരി കൊണ്ടുവരുന്നതും പാക്കറ്റ് ആക്കുന്നതും എല്ലാം. ഇത് റവന്യൂ വകുപ്പിൻ്റെ അരിയാണ്, റവന്യൂ വകുപ്പ് കൊടുക്കുന്നതാണ്. അതുപോലെ അവർ കൈമാറിയെന്നേ ഉള്ളൂ. അപ്പോൾ എന്തിനാണ് ഈ DYFI ഈ പുകമറ സൃഷ്ടിക്കുന്നത്, ഇരുട്ട് കാണിച്ച് ആൾക്കാരെ പറ്റിക്കുന്നത് എന്തിനാണെന്നാണ് ഗ്രാമസഭാ അധികൃതരും അതുപോലെ പ്രതിപക്ഷവും പറയുന്നത്. എന്തായാലും അവർ തമ്മിലും തർക്കമായി. അതോടുകൂടി കഴിഞ്ഞ നവംബർ 7 മുതൽ ഭക്ഷ്യ കിറ്റ് വിതരണം നിലച്ചു. ഇപ്പോൾ അവർക്ക് ഒന്ന് ഓസിന് അരി കിട്ടി ഒന്ന് കഴിക്കാൻ പോലും കിട്ടാത്ത അവസ്ഥയിലായി. അതിന് കാശുമില്ല. 6000 രൂപ ഈ വീട് നഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് കൊടുക്കുമെന്ന് സർക്കാർ പറഞ്ഞു, വീടിന് വാടകയ്ക്കായിട്ട്. പക്ഷേ അതും കുറേ കാലമായിട്ട് കൊടുക്കുന്നില്ല. അങ്ങനെ സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അതോടൊപ്പം കേന്ദ്ര ഗവൺമെൻറ് തരുന്നില്ലേ എന്ന് പറഞ്ഞ് പരാതി പറയുകയും മുഖ്യമന്ത്രി വാർത്താസമ്മേളനം നടത്തി ആ വിവരങ്ങൾ പറയുകയും ചെയ്യുന്നു. പക്ഷേ കൃത്യമായ റിപ്പോർട്ട് കൊടുക്കാത്തത് കൊണ്ടാണ്, കൃത്യമായ കണക്കുകൾ എത്തിക്കാത്തത് കൊണ്ടാണ് ഞങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകാൻ കഴിയാത്തത്. എന്നാൽ ആവശ്യത്തിന് ഞങ്ങൾ സാമ്പത്തിക സഹായം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ കൊടുത്ത സാമ്പത്തികത്തിൻ്റെ എന്തെല്ലാം അവർ ചെയ്തു എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ വിവരം തരുന്നില്ല. പിന്നെ എങ്ങനെ കൂടുതൽ കൊടുക്കാൻ കഴിയുമെന്ന് കേന്ദ്ര മന്ത്രി അമിത്ഷായും പറയുന്നു. കോടതിയും ഇതേ വിവരം തന്നെ പറഞ്ഞു. കോടതി സർക്കാരിനോട് ചോദിച്ചത്, നിങ്ങൾ എന്താണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ഈ ദുരിതബാധിതരെ ബുദ്ധിമുട്ടിലാക്കുകയാണോ, വിഷമിപ്പിക്കുകയാണോ? നിങ്ങൾക്ക് ഈ സംസ്ഥാന സർക്കാർ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യൂ, നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്യാതെ നിങ്ങൾ കേന്ദ്രത്തിന് എന്തിനാണ് പഴിക്കുന്നതെന്ന് ഹൈക്കോടതിയും ചോദിക്കുകയുണ്ടായി. അപ്പോൾ ഇതാണ് ചൂരൽമലയിലെ ഒരു ചിത്രം എന്ന് പറയുന്നത്. ഇനി നമ്മൾ അതിനകത്ത് വീട് വെച്ച് കൊടുക്കാൻ ഇപ്പോൾ കുറേ കാലം 4 മാസമായിട്ട് യാതൊരു പ്രവർത്തനവും, അതായത് ഇവർക്ക് വീട് വെച്ച് കൊടുക്കുവാനുള്ള സ്ഥലം ഏറ്റെടുക്കുന്ന പ്രക്രിയ പോലും ഒരിടത്തും എത്തിയിട്ടില്ല. അതെന്തുകൊണ്ട് എത്തിയില്ലെന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാർ അവിടെയും ബോധപൂർവ്വം ഒരു കളി കളിക്കുകയാണ് സർക്കാർ തോന്നുന്നു. ജനങ്ങളെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് അവിടെ ഏറ്റെടുത്ത സ്ഥലം കുറച്ച് നിയമപരമായ നൂലാമാലയുള്ള ഒരു സ്ഥലമാണ് സംസ്ഥാന സർക്കാർ ഇവർക്ക് വീട് വെച്ച് കൊടുക്കാൻ വേണ്ടി, ദുരിതബാധിതർക്ക് വീട് വെച്ച് കൊടുക്കാൻ വേണ്ടി കണ്ടെത്തിയത്. ആ സ്ഥലം ഏറ്റെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. കാരണം നിയമപരമായ ഒരുപാട് കുരുക്കുകളുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഗവൺമെൻറ് ഇത് അറിഞ്ഞുകൂടാത്തതുകൊണ്ടല്ല, റവന്യൂ അധികൃതർക്ക് ഇത് അറിഞ്ഞുകൂടാത്തത് കൊണ്ടല്ല ആ സ്ഥലം ഏറ്റെടുത്തത്. അത് ഏറ്റെടുക്കുമ്പോൾ അത് നൂലാമാല വരുമെന്നും നിയമപരമായ പ്രശ്നമുണ്ടെന്നും അറിഞ്ഞുകൂടാത്തത് കൊണ്ടല്ല. അപ്പോൾ അത് ഏറ്റെടുത്തത് ബോധപൂർവമാണെന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം സർക്കാരിന് ആയിരുന്നിട്ട് കൂടിയും എന്തുകൊണ്ടാണ് ആ ഭൂമി തന്നെ ഏറ്റെടുത്തത്? നിരവധി പുറമ്പോക്ക് ഭൂമികൾ ഈ വയനാട് പ്രദേശത്തുണ്ട്.
നിരവധി പട്ടയ ഭൂമികൾ വയനാട് പ്രദേശത്തുണ്ട്. പട്ടയമില്ലാത്ത ഭൂമി റവന്യൂവിൻ്റെ കീഴിൽ ധാരാളം ഭൂമിയുണ്ട്. അത്തരം ഭൂമികൾ ധാരാളം ഉള്ളപ്പോൾ അതൊന്നും ഏറ്റെടുക്കാതെ ഈ നിയമ കുരുക്കുള്ള ഭൂമി തന്നെ ഏറ്റെടുത്തത് ഭൂമി ഏറ്റെടുക്കാതിരിക്കാനുള്ള ഒരു തന്ത്രമാണ് സംസ്ഥാന സർക്കാർ ചെയ്തിരിക്കുന്നത് എന്ന് ബോധമാണ്. കാരണം അതിനും കൂടി പൈസ അല്ലെങ്കിൽ കൂടുതൽ മണ്ണ് വാങ്ങാൻ കൂടി കേന്ദ്ര സർക്കാർ തരട്ടെ എന്നതാണ്. അതല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള മറ്റൊരു തന്ത്രം എന്ന് പറഞ്ഞാൽ നിരവധി പേർ വീട് വെച്ച് കൊടുക്കാൻ തയ്യാറായി രംഗത്തുണ്ട്. കഴിഞ്ഞ ദിവസം കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പറഞ്ഞത് ഈ വീട് വെച്ച് നൽകാൻ ഞങ്ങൾ 100 വീടുകൾ വെച്ച് നൽകാൻ തയ്യാറാണ്, ഞങ്ങൾ അതിന് റെഡിയാണ്, ഞങ്ങൾ അതിന് എപ്പോഴും തയ്യാറാണ്. പക്ഷേ ഇതുവരെയും കേരള സർക്കാർ ആ വീട് വെച്ച് നൽകാനുള്ള ഭൂമി ഏറ്റെടുത്ത് തന്നില്ല. തന്നാൽ നാളെ മുതൽ ഞങ്ങൾ അവിടെ വീട് വെച്ച് തുടങ്ങും, 100 വീട് വളരെ പെട്ടെന്ന് വെച്ച് കൊടുക്കും. പക്ഷേ സംസ്ഥാന സർക്കാർ ഒരുതരം ഒരു നിരുത്സാഹമാണ് കാണിക്കുന്നത്, താല്പര്യമില്ലായ്മയാണ് കാണിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവില്ല എന്നാണ് കർണാടകത്തിലെ മുഖ്യമന്ത്രിയായ സിദ്ധരാമയ്യ പറഞ്ഞത്. അതുപോലെ പല സംഘടനകൾ, ഇപ്പോൾ മുസ്ലിം ലീഗ് 100 വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു. അതുപോലെ മറ്റ് ഒരുപാട് സംഘടന, ഞാൻ ഓരോ സംഘടനയുടെ പേര് പറയുന്നില്ല. മുസ്ലിം ലീഗിൻ്റെ പേര് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ കോൺഗ്രസും അതുപോലെ 100 വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു. ഇവരെല്ലാം പ്രതിപക്ഷമായിരുന്നിട്ട് കൂടിയും അതെല്ലാം തയ്യാറാണ്. പക്ഷേ ഇവർക്ക് ഭൂമി ഏറ്റെടുത്ത് കൊടുക്കുന്നില്ല സർക്കാർ, പിന്നെ എങ്ങനെ വീട് വെച്ച് കൊടുക്കും? എന്നാൽ ഈ പാവങ്ങൾ ഇപ്പോഴും ഭൂമി നഷ്ടപ്പെട്ട, എല്ലാം നഷ്ടപ്പെട്ടവർ ഇപ്പോഴും വാടക വീട് കിട്ടാനില്ല, കിട്ടിത്തന്നെ തന്നെ താമസിക്കുന്നു. പക്ഷേ അവിടെ അവർക്ക് 6000 രൂപ കൊടുക്കുമെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുമില്ല. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് 688 കോടി രൂപ ചൂരന്മലയ്ക്കും അതുപോലെ മുണ്ടക്കൈക്കും വേണ്ടി മാത്രം, അതായത് ആ ദുരന്തം ചൂരന്മല മുണ്ടക്കൈ ദുരന്തം നടന്നതിൻ്റെ പേരിൽ മാത്രം 688 കോടി രൂപ ഈ സംസ്ഥാന സർക്കാരിന് കിട്ടിയിട്ടുണ്ട്. ദുരിതാശ്വാസ നിധി എന്ന നിലയിൽ സംസ്ഥാന സർക്കാരിന് കിട്ടിയിട്ടുണ്ടെന്നാണ് ഇതുവരെയുള്ള കണക്ക്. കഴിഞ്ഞ ഒരാഴ്ച മുമ്പുള്ള കണക്ക്. ഇപ്പോൾ കൂടിക്കാണും, 688 കോടി രൂപ. ഇപ്പോൾ കൂടാനാണ് സാധ്യത. ഒരാഴ്ച മുമ്പുള്ള കണക്ക് അതാണ്. ആ 688 കോടി രൂപ ഈ ചൂരൽമല മുണ്ടക്കൈക്ക് വേണ്ടി ഉണ്ടായിരുന്നിട്ട് കൂടിയും ഈ 6000 രൂപ വെച്ച് വാടക കൊടുക്കാൻ പോലും സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ല. ഈ സർക്കാർ പിന്നെ ആരോടൊപ്പമാണ്, കരുത്ത് കാണിക്കുന്നു, കൂടെ കാണും, ഒപ്പമുണ്ടാകുമെന്ന് പറയുന്നത് മനസ്സിലാകുന്നില്ല. എന്തായാലും ഈ പല സന്നദ്ധ സംഘടനകളും, ഞാൻ നേരത്തെ പറഞ്ഞ കോൺഗ്രസ് പാർട്ടി, മുസ്ലിം ലീഗ് പാർട്ടി, അതുപോലെ മറ്റ് പല സന്നദ്ധ സംഘടനകളെല്ലാം വീട് വെച്ചു കൊടുക്കാൻ തയ്യാറാണ്. അവിടെ നഷ്ടപ്പെട്ട വീടിനേക്കാളും അധികം വീടുകൾ ഇപ്പോൾ തന്നെ ഓഫർ വന്നിട്ടുണ്ട്, വാഗ്ദാനം വന്നിട്ടുണ്ട്. പക്ഷേ ഭൂമിയില്ലാതെ അവരെവിടെ വീട് വയ്ക്കും? ആകാശത്ത് വീട് വെച്ച് കൊടുക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഫ്ലാറ്റുകൾക്ക് ആകാശത്ത് വീട് വയ്ക്കാൻ പറ്റുന്ന ഫ്ലാറ്റാണ്. പക്ഷേ ഫ്ലാറ്റിൻ്റെ അടി ഭാഗത്ത് നിൽക്കാൻ വേണ്ടി കുറച്ച് ഭൂമി വേണമല്ലോ. അതുപോലും സർക്കാർ കണ്ടെത്തി കൊടുക്കുന്നില്ല. ഇതിൻ്റെ തന്ത്രം ഈ ഭൂമി കൊടുക്കാമെന്ന് പറഞ്ഞാൽ, വീട് വെച്ച് കൊടുക്കാമെന്ന് പറയുന്ന സന്നദ്ധ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ കർണാടക ഗവൺമെൻറ്റും ഒക്കെ അവർ തന്നെ ഭൂമി കണ്ടെത്തട്ടെ, അവർ തന്നെ ഭൂമി വിലയ്ക്ക് വാങ്ങട്ടെ. അവിടെയും ഈ കൈ നനയാതെ നത്തക്കെ എടുക്കാമെന്ന് പറയുന്ന രീതിയാണ് സംസ്ഥാന സർക്കാർ ആവിഷ്കരിക്കുന്നത്. ഞങ്ങളുടെ ഭൂമി വരട്ടെ, അവർ തന്നെ ഭൂമി വാങ്ങിച്ച്, ഈ സന്നദ്ധ പ്രവർത്തകർ തന്നെ ഭൂമി വാങ്ങിച്ചിട്ട് വീട് വയ്ക്കട്ടെ, എന്നിട്ട് അവർ വീട് വെച്ച് കൊടുക്കട്ടെ. അല്ല, ഞങ്ങൾ കേരള സർക്കാർ ഭൂമി തന്നിട്ട് അതിൽ വീട് വെച്ച് ഇവരിപ്പോൾ ഞങ്ങൾ വീട് വെച്ചു എന്നുള്ള ഗമ കാണിക്കണ്ട എന്ന ഒരു എന്ത് ഗുരുതരമായ ഒരു മാനസിക സ്ഥിതിയാണ് ഈ സംസ്ഥാന സർക്കാരിനുള്ളതെന്ന് മനസ്സിലാക്കണം. അങ്ങനെയാണ് ഇപ്പോൾ ചെയ്തത്. ഇപ്പോൾ അത് മുസ്ലിം ലീഗ് പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങൾ ഇനി സംസ്ഥാന സർക്കാരിൻ്റെ പുറകെ പോകുന്നില്ല, ഞങ്ങൾ അവരുടെ ആരുടെയും പുറകെ, ഇനി ഞങ്ങൾ തന്നെ ഭൂമി കണ്ടെത്താൻ പോവുകയാണ്, ഞങ്ങൾ അതിനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു, പലയിടത്തും ഞങ്ങൾ ഭൂമി കണ്ടെത്തി കഴിഞ്ഞു, ഞങ്ങൾ തന്നെ കാശ് കൊടുത്ത് ഭൂമി വാങ്ങിക്കും, എന്നിട്ട് ഞങ്ങൾ വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ വീട് ഞങ്ങൾ വെച്ച് കൊടുക്കും. ഇപ്പോൾ ആ അവസ്ഥയിൽ ആയിരിക്കുന്നു. അങ്ങനെ പല സന്നദ്ധ സംഘടനകളും അത്തരത്തിലൊരു തീരുമാനമെടുത്തു കഴിഞ്ഞു. ഇനി സർക്കാർ നൽകുന്ന ഭൂമിക്ക് വേണ്ടി ഞങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുന്നില്ല. പാവങ്ങൾ വീടില്ലാതെ കഷ്ടപ്പെടുന്നു, ഞങ്ങൾ കാണുന്നതാണ്. അവിടെ പോയ ഒരാളിന് പോലും കണ്ണ് നിറയാതെ തിരിച്ചു വരാൻ പറ്റില്ല. അത്രയ്ക്ക് ഗുരുതരമായ ദുരിതമാണ് അവിടെ അനുഭവിച്ചത്. അതുകൊണ്ട് തന്നെ അത് സർക്കാരിന് അതിൻ്റെ മനസ്സ് നിറയുന്നില്ല, പക്ഷേ ഞങ്ങൾക്കത് മനസ്സ് നിറയുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഭൂമി വിലയ്ക്ക് വാങ്ങിക്കാം, ഞങ്ങൾ തന്നെ വിലയ്ക്ക് കണ്ടെത്തി, ഞങ്ങൾ തന്നെ ഭൂമി കണ്ടെത്തിയിട്ട് ആ ഭൂമി ഞങ്ങൾ വീട് വയ്ക്കാം. അതിനുള്ള അനുവാദം, എന്തായാലും വീട് വയ്ക്കണമെങ്കിൽ സർക്കാരിൻ്റെ ചില അനുവാദങ്ങൾ വേണമല്ലോ, അവിടെ കൂടെ കയറി ഇടപെട്ട് ഞങ്ങളെ തടയാൻ നോക്കരുത് എന്ന് മാത്രമാണ് ഒരു അഭ്യർത്ഥന. ആ ആവശ്യം മാത്രമാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. അതൊരു പ്രാർത്ഥനയായി തന്നെ കാണാം. ഞങ്ങൾ ഭൂമി കണ്ടെത്തി, ഞങ്ങൾ വീട് വയ്ക്കുമ്പോൾ പിന്നെ അതിനകത്ത് ചില സാങ്കേതിക വശങ്ങൾ, നിർമ്മാണ അനുമതി ഒക്കെ വേണ്ടതാണ്. പഞ്ചായത്തിൻ്റെയും സർക്കാരിൻ്റെയൊക്കെ അവിടെ കയറി കളിച്ച് അതിനെ തടസ്സപ്പെടുത്താൻ നോക്കരുത്. കാരണം ഇതൊന്നും നടത്താതെ, ഇങ്ങനെ ഒന്നും നടക്കാതെ ജനങ്ങൾ ദുരിതത്തിൽ അനുഭവിക്കുമ്പോൾ കേന്ദ്രത്തിനെ പഴിചാരി പറഞ്ഞ് പൊളിറ്റിക്കൽ മൈലേജ് ഉണ്ടാക്കുക എന്നതാണ് ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു കുതന്ത്രം. കാരണം എല്ലാ കാര്യത്തിലും കുതന്ത്രം
മാത്രം മനസ്സിലുള്ള ഒരു ഗവൺമെൻറ്റാണ് ഇവിടെ ഭരിക്കുന്നതെന്നറിയാം, അതിന് നേതൃത്വം കൊടുക്കുന്നതെന്നറിയാം. അതുകൊണ്ട് തന്നെ ഈ ചൂരൽമല വിഷയം വല്ലാതെ നമ്മൾ യാഥാർത്ഥ്യങ്ങൾ കാണേണ്ടതാണ്. എന്തായാലും ഇപ്പോൾ പല സംഘടനകളും സർക്കാരിൻ്റെ ഭൂമി വേണ്ട, ഞങ്ങൾ വീട് കണ്ടെത്തിക്കൊള്ളാം എന്നുള്ള ശ്രമം നടത്തി കഴിഞ്ഞു. മുസ്ലിം ലീഗ് അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു, കോൺഗ്രസ് അത് കഴിഞ്ഞു. ഇനി സിദ്ധരാമയ്യയും ഇനി അത് നാളെ ചിലപ്പോൾ അത് പറയും, ഞങ്ങൾ തന്നെ ഭൂമി കണ്ടെത്തിക്കൊള്ളാം സിദ്ധരാമയ്യയും പറയും. കാരണം ഇന്നലെ വരെ സിദ്ധരാമയ്യ പറഞ്ഞു ഭൂമി കണ്ടെത്തിയാൽ വീട് വയ്ക്കാമെന്ന് കഴിഞ്ഞ ദിവസവും പറഞ്ഞു. അപ്പോൾ ഇനി എല്ലാവരും സർക്കാരിനെ ആശ്രയിക്കാതെ വീട് വയ്ക്കും. അപ്പോൾ സർക്കാരിന് ഇതാ അവസാനം പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ വലിയ കണക്കുകൾ, ഇത്ര വീട് ഞങ്ങൾ വെച്ചു കൊടുത്തു എന്ന് പറഞ്ഞ് സന്നദ്ധ സംഘടന പേര് കൂടെ പറഞ്ഞാൽ സർക്കാരിന് മുഖ്യമന്ത്രിക്ക് ഒന്ന് ഉദ്ഘാടനവും ചെയ്യാം, നേട്ടപ്പട്ടികയിൽ വരുത്തുകയും ചെയ്യാം. എന്തൊരു ഗതികേടാണിത്.